ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സുകളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, അതായത് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വരുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. എൻഹാൻസ്മെന്റ് കോഴ്സസും അതല്ലാതെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിൽ. ഏതൊക്കെ സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് വരുന്നതെന്നും എന്തിനാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഇത്രയും പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയതെന്നും എല്ലാം നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുക. ഓക്കെ, അതല്ലാതെ തന്നെ നമുക്ക് നോളജും കുറച്ചും കൂടെ നോളജൊക്കെ ഉണ്ടാവാനായിട്ടാണ് നമുക്ക് ഈ പേപ്പേഴ്സൊക്കെ നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ലാതെ നമ്മൾ ഡിഗ്രിക്ക് എടുക്കുന്ന ആ കോഴ്സിനെ കുറിച്ച് മാത്രമല്ലാതെ പുറത്തുള്ള നോളജ് കൂടി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ ഒരു പേപ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും മൾട്ടി ഡിസിപ്ലിൻ കോഴ്സും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്നും ഏതൊക്കെ സെമസ്റ്ററിലാണ് നിങ്ങൾക്ക് വരുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതല്ലാതെ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. ഇപ്പോൾ നിങ്ങളൊരു സോഷ്യോളജി ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്ക് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണോ നിങ്ങൾ മെയിൻ സബ്ജക്റ്റ് എടുക്കുന്നത് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആണ്. അത് നമുക്ക് പറഞ്ഞു സബ്ജക്റ്റ് ആണെന്ന്, അതായത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം മൈനർ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഓക്കെ നിങ്ങൾക്ക് വരുന്ന മൈനർ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സോഷ്യോളജീൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് സോഷ്യോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് മേജർ കോഴ്സസും അതായത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സസും വരുന്നുണ്ട്. രണ്ടാമത്തെ സെമസ്റ്ററിലും നിങ്ങൾക്ക് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സസും വരുന്നുണ്ട്, മൈനർ ഡിസിപ്ലിൻ കോഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലും നിങ്ങൾക്ക് 2 പേപ്പേഴ്സും വരുന്നുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിലും നിങ്ങൾക്ക് 2 പേപ്പേഴ്സും വരുന്നുണ്ട്. ഇനി തേർഡും ഫോർത്തും സെമസ്റ്ററിൽ, അതായത് സെക്കൻഡ് ഇയറിൽ മാത്രം നമ്മൾ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് സബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അതായത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് മാത്രമേ നമുക്ക് അതിനകത്ത് വരുള്ളൂ. അതായത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് അതിനകത്ത് വരുന്നില്ല. അതിനകത്ത് നമുക്ക് മേജർ ഡിസിപ്ലിൻ അതായത് മെയിൻ സബ്ജക്റ്റ് മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയറിൽ, അതായത് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് മെയിൻ പേപ്പേഴ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് സബ്ജക്റ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഫിഫ്ത്തിലും സിക്സ്ത്തിലും അതായത് നിങ്ങൾ തേർഡ് ഇയറിൽ നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നുണ്ട്, മേജർ വരുന്നുണ്ട്, മൈനർ വരുന്നുണ്ട്. ഓക്കെ, 2 പേപ്പേഴ്സും വരുന്നുണ്ട്.
അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലാതെ തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ഇയറിൽ, അതായത് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും, തേർഡ് സെമസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേജർ കോഴ്സ് എന്ന് പറയുന്നത് ഒരു പേപ്പർ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതായത് മെയിൻ പേപ്പർ ഒരു പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ 3 പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 3 പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എന്തായാലും ചൂസ് ചെയ്യണം. ബാക്കി 2 പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചൂസ് ചെയ്യണം. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ 2 പേപ്പേഴ്സ് വരുന്നുണ്ട് നമ്മൾ ഫോർത്ത് സെമസ്റ്ററിൽ. ഓക്കെ, സെക്കൻഡ് ഇയറിൽ ഫോർത്ത് സെമസ്റ്ററിൽ 3 പേപ്പേഴ്സാണ് വരുന്നത്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പേഴ്സാണ്, 4 മേജർ പേപ്പേഴ്സാണ് വരുന്നത്. ആ 4 മേജർ പേപ്പേഴ്സിൽ 2 നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടക്ട് ചെയ്യണം. ബാക്കി 2 നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അതിൽ ഒന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ 3 പേപ്പേഴ്സ് മൊത്തം കണ്ടക്ട് ചെയ്യും, എക്സാം ചെയ്യുന്നതാണ്, എഴുതാവുന്നതാണ്. പിന്നെ അതല്ലാതെ മൈനർ പേപ്പർ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾ 6ാം സെമസ്റ്ററിലും, അതായത് ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് പേപ്പറിലും. ഓക്കെ, 3 മേജർ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഓപ്ഷണലായിട്ട് ഒന്നും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ 4 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ 3 നിങ്ങൾ ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. മൈനർ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ, അത് അതായത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം ഏറ്റവും സിമ്പിളായിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ തന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എക്സാമൊക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റും പേപ്പേഴ്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലാംഗ്വേജിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് UGC PSC അംഗീകൃതമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ പേപ്പേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് സോഷ്യോളജിയുടെ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ആരും അടിച്ചിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.